ഹലോ ഹായ്, ഇന്ന് നമുക്കിവിടെ പഴം നിറച്ചത് കാണാം കേട്ടോ. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല 3 പഴുത്ത പഴമാണ് കേട്ടോ. നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തൊലി കളഞ്ഞിട്ട് നെടുകെ കീറിയെടുക്കാം. ഇതുപോലെ നെടുകെ കീറിയെടുക്കാം കേട്ടോ. ഇതിനാവശ്യമായത് തേങ്ങ. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ആവശ്യത്തിന് തേങ്ങ ഇടുക. കുറച്ച് മതി കേട്ടോ, 3 പഴമല്ലേ ഉള്ളൂ. 2 ഏലയ്ക്ക പൊട്ടിച്ചിടുക. എന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി കേട്ടോ. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം, മധുരത്തിന് ആവശ്യത്തിന്. എന്നിട്ട് എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പം കപ്പലിൻ്റെ മാത്രമേ ഉള്ളായിരുന്നു, അത് ചേർത്തു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് 2 സ്പൂണ് മൈദാമാവ് എടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂണൊന്നും വേണ്ട, സ്വല്പം പഞ്ചസാര ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നെടുകെ കീറി വെച്ചിരിക്കുന്ന ഈ പഴത്തിലേക്ക് ഈ തേങ്ങയും ഇതിൻ്റെ മിക്സ് ചേർക്കാം. ചേർത്തിട്ട് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ ആ മൈദാക്കൂട്ടും കൂടെ മണ്ടയിലോട്ട് ഒഴിച്ച് പൊള്ളിച്ചെടുക്കാം കേട്ടോ. ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഫില്ലിങ്ങിലേക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന മൈദാമാവ് ചേർത്ത് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്ത് പൊള്ളിച്ചെടുക്കാം. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊള്ളിച്ചെടുക്കാം കേട്ടോ. ഇതിൽ നിന്നും പാനിൽ നിന്നും പൊട്ടാണ്ട് എടുത്തു മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.